നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവഹിച്ച് എല്ലാ ഭാഗങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യുന്നതായി അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുള്ള സഹജമാർഗ സിസ്റ്റത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ആഴത്തിൽ ഉപനിഷത്ത് മനസ്സിലാക്കാൻ സഹജമാർഗ സാധനയിലൂടെ സാധിക്കും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഛാന്ദോഗ്യ ഉപനിഷത്ത് തുടരാം. ചാപ്റ്റർ 1 ഖണ്ഡം 22 രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മന്ത്രോച്ചാരണത്തിലൂടെ ലഭിക്കാവുന്ന ആഗ്രഹിച്ച ഫലങ്ങൾ ആണ് ടൈറ്റിൽ. രണ്ടാമത്തെ ശ്ലോകം. അമൃതത്വം ദേവേഭ്യ ആഗായാനിത്യാഗയായ സ്വധാം പിതൃഭ്യ ആശാം മനുഷ്യേഭ്യ തൃണോദനം പശുഭ്യ സ്വർഗലോകം യജമാനായാന്തമാത്മന ആഗായാനിത്യേനാദാനി മനസാ ധ്യായന്നപ്രമത്ത സ്തുവീത. ഈ ഗാനത്തിലൂടെ ദേവന്മാർക്ക് ഞാൻ അമൃതത്വം ലഭ്യമാക്കട്ടെ. അവന്റെ ഗാനത്തിലൂടെ ഒരുവന് ഇത് ലഭിക്കണം. പിതൃക്കൾക്ക് അർപ്പണം ഈ ഗാനത്തിലൂടെ ലഭിക്കുമാറാകട്ടെ. മനുഷ്യർക്ക് പ്രത്യാശ, കന്നുകാലികൾക്ക് പുല്ലും വെള്ളവും, ത്യാഗം ചെയ്യുന്നവന് ദിവ്യമായ ലോകവും, എനിക്ക് അതായത് ആത്മന് ആഹാരവും ലഭ്യമാകട്ടെ. ഈ കാര്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ഈ സ്തോത്രം ശ്രദ്ധയോടെ ചൊല്ലണം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. മന്ത്രോച്ചാരണത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത്. മനസ്സിനെ ത്രാണനം ചെയ്യാൻ, മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യാനാണ് മന്ത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സഹജമാർഗത്തിന്റെ ഇപ്പോഴത്തെ ഗുരുനാഥൻ ദാജി പറഞ്ഞിട്ടുള്ള ഒരു ഊന്നുവടി പോലെയാണ് നമ്മൾ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യണം. ഇപ്പൊ ദാജി ധ്യാനം എന്നുള്ള പദത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മെഡിറ്റേഷൻ നിന്നും വ്യത്യസ്തമായിട്ടാണ്. മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യാൻ ധീയുടെ യാനത്തിലൂടെ, വെഹിക്കിളിലൂടെ
കണ്ടിന്യൂസ് തിങ്കിങ് ഓഫ് സംതിങ് ആണ് മെഡിറ്റേഷൻ എന്നാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ ധ്യാനം എന്നുള്ളത് മെഡിറ്റേഷൻ അല്ല, മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം കെയർഫുൾ ആണ്, അറ്റൻറ്റീവ് ആണ് നമ്മുടെ പ്രവൃത്തികൾ. മനസാ വാച കർമ്മണ എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ ഒരേ ഫ്ലോയിൽ കണക്റ്റഡ് ആവും, സ്നേഹത്തിൽ കണക്റ്റഡ് ആവും. മനസ്സിൽ എന്ത് വരുന്നു അത് തന്നെ വാക്കിലും അത് തന്നെ പ്രവൃത്തിയിലും വരണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ സാമനായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. അവിടെ മൾട്ടിപ്പിൾ ചാനൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ വേർഡ്സിൽ നിന്നും വൈബ്രേഷനിലേക്കും വൈബ്രേഷനിൽ നിന്നും അതിൻ്റെ അപ്പുറമുള്ള അബ്സല്യൂട്ടിയും കണക്ട് ചെയ്യണമെന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. വേർഡ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടൊരു എക്സ്പ്രഷൻ മാത്രമാണ്, പക്ഷേ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ വേർഡ്സ് ഉച്ചരിക്കുമ്പോൾ ആ ഫീലിങ്ങോടുകൂടി ഉച്ചരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വൈബ്രേറ്ററി തലത്തിലും പിന്നെ അത് ഒറിജിനലായിട്ട് ഏത് തലത്തു നിന്ന് വന്നോ ആ ഒരു കണക്ഷൻ നമുക്ക് ലഭിക്കുന്നു. വാക്കും അർത്ഥവും ഒന്നാകണം എന്ന് ഉള്ള പ്രസിദ്ധമായിട്ടൊരു ചൊല്ലുണ്ട്. എന്താണോ അർത്ഥമാക്കുന്നത് അത് തന്നെ പറയണം, എന്താണോ പറയുന്നത് അത് അതിൻ്റെ അർത്ഥവും അത് തന്നെ ആയിരിക്കണം. അപ്പം ഈ തരത്തിൽ മന്ത്രോച്ചാരണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളിൽ സത്യസന്ധത വേണം, പ്രവൃത്തികളിൽ നിസ്വാർത്ഥത വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ്ലെസ് ആവണം. എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ മന്ത്രം, പ്രാർത്ഥന എന്ന് ഈ ഉപനിഷത്ത് ശ്ലോകം പറയുന്നു. എനിക്ക് മാത്രമായിട്ടൊരു പ്രാർത്ഥനയില്ല. ഇപ്പം ഞാൻ ഇവിടെ ഈ കസാരയിൽ നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. വെള്ളം, വായു, ഭക്ഷണം, പിന്നെ ഇവിടുത്തെ സർവ്വചരാചരങ്ങളും എല്ലാം എന്നെ ഇവിടെ സംസാരിക്കാൻ അനുവദിക്കുന്നു. എൻ്റെ ശരീരത്തിലെ കോശങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഈ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈ മന്ത്രത്തിൽ, പ്രാർത്ഥനാഭാവം ആ മന്ത്രത്തിൽ വരണം. അതാണ് ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. എല്ലാവരുടെയും നന്മയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്, എൻ്റെ മാത്രം എന്നുള്ളൊരു നന്മയില്ല. അപ്പോൾ നമ്മൾ സാധാരണ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥമായിട്ടുള്ള കാര്യമാണ് ആയിട്ടാണ് വിചാരിച്ചത്, സെൽഫ് എവല്യൂഷൻ. പക്ഷെ ഈ തരത്തിൽ എവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം യഥാർത്ഥ ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയണം. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഒന്നും ഞാനല്ലാത്തതില്ല. അതിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം മാത്രമല്ല, ജാഗ്രത അവസ്ഥയിലുള്ള ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, എല്ലാവർക്കും കമ്പാഷനോട് കാണുക, എല്ലാവർക്കും സ്നേഹം പോകും. അതിന് ഞാനല്ലാത്ത ഒന്നുമില്ല. ഇപ്പൊ സ്നേഹമല്ലാതെ ഓർന്നവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ഒരു തലത്തിലേക്ക് എത്താൻ ഉള്ള തുടക്കമാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രോച്ചാരം. അവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മന്ത്രം ബ്രേക്ക് ചെയ്തു ദേഷ്യം വരാൻ പാടില്ല. അത് നമ്മുടെ അണ്ടർ കറന്റ് ആയിട്ട് മാറും. ഡു നോട്ട് ടേക്ക് ദൈ മാസ്റ്റേഴ്സ് നെയിം ഇൻ വെയിൻ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് എന്തോ തെറ്റ് ചെയ്തിട്ട് ഒരു ഋഷിയെ കാണാൻ ചെല്ലുകയാണ്. അപ്പൊ അന്ന് ചെന്നപ്പോൾ ഋഷി അവിടെ ഇല്ല, മകനാണുള്ളത്. ആ മകൻ പറയാണ് രാമനാമം ജപിച്ചോളൂ. രാജാവ് തിരിച്ചുപോയി. ഋഷി വന്നപ്പോൾ മകൻ ഈ കാര്യം പറഞ്ഞു. അപ്പൊ ഋഷി പറഞ്ഞു, നീ എന്ത് വലിയ തെറ്റാ ചെയ്യുന്നത്, രാമനാമം ഒരു പ്രാവശ്യം പറയാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ രാമൻ അവിടെ ഉണ്ടാവും. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിന് ഒരു ബൾബ് കത്തണം എന്നതിന് സ്വിച്ച് കുറേ പ്രാവശ്യം ഇടണം. ഈ തരത്തിൽ അറ്റൻറ്റീവായിട്ട് 100% പ്രസന്റ് ആയിട്ട് നമ്മൾ മന്ത്രം ഉച്ചരിക്കുന്നു. അത് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഇത് ഇൻട്രോസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇതേക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യുക. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.